ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തിരുവോണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് തിരുവോണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമായ അവിട്ടം ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വർഷങ്ങളായിട്ട് അമ്മാമ്മയുടെ വീട്ടിൽ അവിട്ടം ദിവസത്തിലാണ് നമ്മൾ ബന്ധുക്കളെല്ലാവരും കൂടി ഓണമൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ അമ്മമ്മയുടെ വീട്ടിലോട്ട് വന്നു. നമ്മളെല്ലാവരും സദ്യ ഇങ്ങനെ കഴിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരാളിവിടെ ചന്തുമാമൻ കൊടുത്ത ഫ്രോക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഫാഷൻ പരേഡൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. സദ്യയൊക്കെ വിളമ്പി, ഇത് നോൺ വെജ് സദ്യയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ കൂട്ടി ചോറൊക്കെ തിന്നു. മോളവിടെ തൃശ്ശയുടെ മടിയിൽ തന്നെ. തൃശ്ശയെ കണ്ടാൽ പിന്നെ നമ്മളെ ആരെയും വേണ്ട. എന്തോ ഒരു വല്ലാത്ത സന്തോഷമാണല്ലേ ഈ ബന്ധുക്കളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഏതോ ഒരു കുറിഞ്ഞിപ്പൂച്ചയുടെ പാട്ടാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് സന്ധ്യ ചേച്ചി അന്നയും സുല്ലോചിതനൊക്കെ വന്നു. അപ്പോൾ അവർ മോൾക്കൊരു പാവ, ആയുഷിനൊരു കാറ്, പിന്നെ എല്ലാവർക്കും ഐസ്ക്രീം, അങ്ങനെ കുറേ സാധനങ്ങളായിട്ട് വന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഒരു പ്ലാൻ ഇങ്ങനെ വരണുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി പൊഴിക്കര ബീച്ചിലോട്ടൊന്ന് പോയാലോ. അപ്പോൾ നമ്മൾ നേരെ പൊഴിക്കര ബീച്ചിലോട്ട് പോവുകയാണ് കേട്ടോ. കാറിലും ഓട്ടോറിക്ഷയിലും സ്കൂട്ടിയിലും ബൈക്കിലുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പം നബിദിനവും കൂടി ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കാണ്. ഇതൊക്കെ നബിദിനത്തിൻ്റെ എന്തോ ഘോഷയാത്രയാണ്. വിചാരിച്ച പോലെയല്ല, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മളാണ് ഫസ്റ്റ് എത്തിയത്. ഞാനും തൃശ്ശയും മാമനും മാമിയും ആരുഷും മോളും നമ്മൾ കാറിലാണ് വന്നപ്പോൾ നമ്മളാണ് ഫസ്റ്റ് എത്തിയത്. ബാക്കിൽ ഓട്ടോയിലും സ്കൂട്ടിയിലും ബൈക്കിലുമൊക്കെ ആയി വന്നവരെല്ലാം ആ ബ്ലോക്കിൽ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ഫസ്റ്റ് പോയി കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമൊക്കെ ഉണ്ടാകും നോക്കുകയാണ്. നല്ല ദൂരത്തോട്ടാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്ത്. എന്നിട്ട് അവരെ തപ്പിതാ റോഡെ അങ്ങോട്ട് തേരാപാരാ നടക്കുകയാണ്. എന്നിട്ട് അവരൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവരെ നോക്കി നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുവാണ്. കുറച്ച് നടന്നപ്പോഴത്തേക്കും കണ്ടുമുട്ടി കേട്ടോ. ഈ ബീച്ചിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. എന്നാൽ ബീച്ചിൽ വരുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഈ കാറ്റും ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി പിന്നെ മണലൊക്കെ പറ്റി ആകെ പക്ഷേ എന്നാൽ ബീച്ചിൽ വരുന്നത് എനിക്ക് ഇഷ്ടമാണ്. എല്ലാവരും ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഇരിക്കണം. അമ്മ ഒറ്റയ്ക്ക് മാറിയൊക്കെ ഇരുന്ന് ഇങ്ങനെ കടലിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റിയാന്തോ ആൾ ഭയങ്കര സൈലൻ്റാണ്. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരാളെ വല്ലാണ്ട് മിസ് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ എൻ്റെ ചുമ്മാ രസത്തിന് ഞാൻ നവമി വിഷ്ണു എന്നൊക്കെ കാലുകൊണ്ടൊക്കെ ഇങ്ങനെ മണലിലൊക്കെ ഇങ്ങനെ എഴുതി ചുമ്മാ രസം. ആളെ നല്ലതായിട്ട് മിസ് ചെയ്യണമുണ്ട്. കാരണം ഈ ഓണാഘോഷം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് നമ്മൾ പ്ലാനൊക്കെ ചെയ്തതാണ്. ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യണം, ഇങ്ങനെ ആഘോഷിക്കണം അങ്ങനെ ആഘോഷിക്കണം, പക്ഷെ നടന്നില്ല. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ട് പോവുകയാണ്. കാരണം മോള് വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ തിരിച്ചു കയറില്ല, ഭയങ്കര നിർബന്ധവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നാളെ മൂഡ് മാറുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും കൂടി ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. കുറച്ച് നേരം കളിച്ചു, എന്തായാലും എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ എന്നത്തെ പോലെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ അവിടെ ഗേറ്റൊക്കെ അടച്ച് ഇട്ടിരിക്കുന്നു. നമ്മളിവിടെ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നല്ല ട്രാഫിക്കുണ്ട്, ഒരുപാട് ലേറ്റുമായി. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. സ്കൂട്ടിയൊക്കെ പല സ്ഥലങ്ങളിൽ ഇരിക്കുവാണ്. അപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ, ഇത് ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും പരിപാടികൾ, സ്റ്റേജ് പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തു. കാരണം ഫോണിലാണെങ്കിൽ ഒരു പൊടി ചാർജില്ല. അമ്മയാണെങ്കിൽ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കുറച്ചെങ്കിലും ആ ഫോണൊന്ന് ചാർജിന് കുത്തി ഇട്ടുകൂടെ. പക്ഷേ ഞാൻ മറന്നു പോകും. ഇപ്പോൾ ഫോണിലാണെങ്കിൽ 2% ചാർജേ ഉള്ളൂ. അപ്പോൾ ഈ ചാർജ് തീരുന്നത് വരെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശേൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, തൃശ്ശേ നിനക്ക് പറ്റുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തരണേന്ന്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് കഴിഞ്ഞാൽ അടുത്ത ക്ലിപ്പെന്ന് പറയുന്നത് കാറിലിരിക്കുന്നതായിരിക്കും. അത് തൃശ്ശേ എനിക്ക് വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നെയാണ്. ഇവിടെ എല്ലാ പ്രാവശ്യവും നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടുപോകുന്നതല്ലാതെ അവിടെ നിന്ന് പരിപാടികളൊന്നും കാണാൻ നിന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ വർഷത്തെ ഓണവും കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.